ഹലോ വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് വേൾഡ്. ടീച്ചേഴ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫോർത്ത് സെം ഇംഗ്ലീഷിലെ അപ്രിഷിയേറ്റിംഗ് ഫിക്ഷൻ എന്ന് പറയുന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള ലോങ് ഫിക്ഷൻ എടുക്കാനാണ്. ഇതിലെ അനിമൽ ഫാമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് അതൊന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ചാപ്റ്റർ അനിമൽ ഫാം പാർട്ട് 2. Despite the initial difficulties inherent in using farming tools designed for humans, the animals cooperate to finish the harvest. The pigs did not actually work but directed and supervised others. They finished harvesting in less time than it had taken Johns and his men to do the same. It was the biggest harvest the farm had ever seen. There was no wastage. Not an animal had stolen so much as a mouthful. Boxer distinguished himself as a strong, tireless worker admired by all the animals. He had a solution to every problem. His answer to every setback was, I will work harder, which was his personal motto. ഇവിടെ പറയുന്നത് അവരുടെ ഒരു ഹാർവസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത് ഹ്യൂമൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് അനിമൽസിന് അത്ര തന്നെ എളുപ്പമായിരുന്നില്ല. എന്നാലും അവർ നല്ല കോപ്പറേഷനോട് കൂടെ തന്നെ അല്ലെങ്കിൽ സഹകരണത്തോടു കൂടെ തന്നെ അവർ ഹാർവസ്റ്റ് തീർക്കാനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ പന്നികൾ ജോലിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ള ആനിമൽസിന് നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതുപോലെ തന്നെ അവരെ ഡയറക്റ്റ് ചെയ്യാനും പിന്നെ അതുപോലെ സൂപ്പർവൈസ് ചെയ്യാനൊക്കെ ആയിരുന്നു അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ജോൺസും അയാളുടെ കൂട്ടാളികളൊക്കെ കൊയ്യാനെടുക്കുന്ന സമയത്തേക്കാളും കുറഞ്ഞ സമയത്ത് തന്നെ ഈ ആനിമൽസ് അവരുടെ ഹാർവസ്റ്റ് പൂർത്തിയാക്കുന്നുണ്ട്. ആ ഫാം കണ്ടതിലേക്കും ഏറ്റവും വലിയ കൊയ്ത്തായിരുന്നു അല്ലെങ്കിൽ ഹാർവസ്റ്റ് ആയിരുന്നു അത്. ഒന്നും തന്നെ പാഴായി പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു മൃഗവും അല്പം പോലും ഒന്നും മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ ബോക്സർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ട്. ബോക്സർ ഒരു നല്ല സ്ട്രോങ് ആൻഡ് ടയർലെസ് വർക്കറായിരുന്നു ഇതിൽ. അതുകൊണ്ട് തന്നെ മറ്റ് അനിമൽസ് ഇക്കാര്യത്തിൽ അവനെ നന്നായിട്ട് പ്രശംസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ പ്രോബ്ലംസിനും അവനൊരു സൊല്യൂഷനായിരുന്നു. എല്ലാ പ്രോബ്ലംസിനോടും അവൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ഞാൻ ഇനിയും കൂടുതൽ പരിശ്രമിക്കും. അതായിരുന്നു അവൻ്റെ ഒരു പേഴ്സണൽ മോട്ടോ എന്ന് പറയുന്നത്. ഹിയർ മോട്ടോ മീനിങ് അറിയാലോ, അതായത് പേഴ്സണൽ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇതായിരുന്നു, ഞാൻ ഇനിയും കൂടുതൽ പരിശ്രമിക്കും. All contributed their share in the work, but Molly was late in getting up and she stopped work earlier than others. The cat was also lazy. She would disappear during and reappear at meal times. She purred so affectionately that nobody complained. Old Benjamin, the donkey, seemed quite unchanged since the revolution. He worked slowly as he had done during the times of Johns. ഓക്കെ, ഇവിടെ പറയുന്നത് എല്ലാ അനിമൽസും തങ്ങളാലാവുന്ന വിധത്തിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ അടുത്തൊരു ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത് മോളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ആക്ച്വലി ഇവളൊരു ബൂർഷ്വാസിയാണ്. അവൾ മാത്രമാണ് എഴുന്നേൽക്കാനായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവൾ ഈ മറ്റുള്ളവർ നിർത്തുന്നതിന് മുൻപ് തന്നെ ജോലി നിർത്തുകയും ചെയ്യുമായിരുന്നു. ഇതിലടുത്തൊരു ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത് ഒരു ക്യാറ്റാണ്. ആ ഒരു ക്യാറ്റ് എന്ന് പറയുന്നത് വളരെ മടിച്ചിയായിട്ടുള്ള ഒരാളാണ്. അവൾ ഇടയ്ക്ക് മുങ്ങുകയും അതുപോലെ തന്നെ ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് റീഅപ്പിയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അവളുടെ ആ ഒരു അഫെക്ഷൻ കാരണം അല്ലെങ്കിൽ ആ ഒരു സ്നേഹസമൃദ്ധമായിട്ടുള്ള ആ ഒരു മുരൾച്ച കാരണം അവൾക്കെതിരായിട്ട് ആരും തന്നെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തൊരു ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത് ഓൾഡ് ബെഞ്ചമിൻ ആണ്. ആക്ച്വലി ഈ ഒരു ഓൾഡ് ബെഞ്ചമിൻ എന്ന് പറയുന്നത് ഒരു ഡോങ്കിയാണ്. ഈ ഒരു ഓൾഡ് ബെഞ്ചമിന് റവല്യൂഷൻ വന്നെങ്കിലും യാതൊരു മാറ്റവും ഇല്ലാണ്ടാണ് കാണപ്പെടുന്നത്. ജോൺസന്റെ കാലത്ത് ചെയ്ത പോലെ തന്നെ അവൻ വളരെ പതുക്കെയാണ് തന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. With the parasitical human beings gone, there was more for everyone to eat. There was also more leisure. On Sundays there was no work. There was a flag hoisting ceremony. Snowball had found an old green tablecloth of Mrs. Johns and painted on it a hoof and a horn in white. After the ceremony, the animals met in the big barn to listen to Snowball and Napoleon debate a number of topics on which they seemed never to agree. Snowball forms a number of animal committees, all of which fail. However, he does prove successful at bringing a degree of literacy to the animals, who learn to read according to their varied intelligences. To help the animals understand the general precepts of animalism, Snowball reduces 7 commandments to a single slogan, 4 legs good, 2 legs bad. Napoleon, meanwhile, focuses his energy on educating the youth and takes the infant pups of Jessie and Bluebell away from their mothers, presumably for educational purposes. ഓക്കെ, ഇവിടെ പറയുന്നത് ചൂഷണം ചെയ്യുന്ന ഹിയർ നമുക്കറിയാം ഈ ഒരു പാരസിറ്റിക്കൽ എന്നതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് ചൂഷണം ചെയ്യുക, അതുപോലെ തന്നെ അന്യരെ ആശ്രയിച്ച് ജീവിക്കുന്നവർ എന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെയുള്ള ആ ഒരു പാരസിറ്റിക്കൽ ഹ്യൂമൻ ബീങ്സ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ അനിമൽസിനും ഫുഡ് ധാരാളം കഴിക്കാനായിട്ടുണ്ടായിരുന്നു.
വിശ്രമ സമയവും അതുപോലെ തന്നെ അവർക്ക് ആ ഒരു ലെഷർ ടൈം എന്ന് പറയുന്നതും ധാരാളം കിട്ടിയിട്ടുണ്ടായിരുന്നു. സൺഡേയ്സിൽ അവർക്ക് ജോലിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അറിയാമല്ലോ, ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതാക ഉയർത്തുന്ന ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സ്നോബോൾ മിസ്സസ് ജോൺസിൻ്റെ ഒരു ഗ്രീൻ നിറത്തിലുള്ള ഒരു ടേബിൾ ക്ലോത്ത് കാണുന്നുണ്ട്. അതിൽ ഒരു ഹൂഫും അതുപോലെ തന്നെ ഒരു ഹോണും, നമുക്കറിയാം ഹൂഫ് എന്ന് പറയുന്നത് കുളമ്പ്, അതുപോലെ തന്നെ ഹോൺ കൊമ്പ്. ഓക്കെ, അത് വെള്ള നിറത്തിൽ വരച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടേബിൾ ക്ലോത്തിൽ. അതായിരുന്നു അവരുടെ ഒരു ഫ്ലാഗ് എന്ന് പറയുന്നത്. ഈ ഒരു ചടങ്ങ് കഴിഞ്ഞ് അനിമൽസ് എല്ലാം തന്നെ ബാൺ ഹൗസിൽ ഒത്തുകൂടും. എന്നിട്ട് അവിടെ സ്നോബോളും നെപ്പോളിയനും തമ്മിൽ പല ഡിബേറ്റ്സും നടത്താറുണ്ട്. ചൂടേറിയ ഒരുപാട് വാഗ്ദാനങ്ങൾ അവർക്ക് നൽകാറുണ്ട്. സ്നോബോൾ പലവിധം കമ്മിറ്റികൾ രൂപീകരിക്കുന്നുണ്ട്. അവയെല്ലാം തന്നെ ഫെയിൽ ആവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും എല്ലാ അനിമൽസിനും അവർ റീഡ് ചെയ്യാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. തങ്ങളുടെ വ്യത്യസ്ത ബുദ്ധിക്ക് അനുസരിച്ച് അവർ വായിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാ അനിമൽസിനും അനിമൽസത്തിൻ്റെ ആ ഒരു ആശയങ്ങൾ മനസ്സിലാക്കാനായിട്ട് സ്നോബോൾ ആ ഒരു 7 കമാൻഡ്മെൻറ്റ്സ് അവിടെ ആ ഒരു മുദ്രാവാക്യത്തിൽ ഒതുക്കുന്നുണ്ട്. 4 legs are good, 2 legs are bad എന്നുള്ളതായിരുന്നു ആ ഒരു മുദ്രാവാക്യം. നെപ്പോളിയൻ ഇതേ സമയം ചെറുപ്പക്കാരെ പഠിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. ജെസിയും ബ്ലൂബെലും പ്രസവിച്ച ആ ഒരു ഇൻഫന്റ് പപ്സിനെ അവർ പഠിപ്പിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. The mystery of where the milk went was soon cleared up. The animals learned that the cow's milk and wind-fallen apples are mixed every day in the pig's mash. When the animals object, Squealer explains that the pigs need the milk and apples to sustain themselves as they work for the benefit of all the other animals. He said that if the pigs failed, Johns would come back. The animals certainly did not want Johns to come back. So it was agreed that all the milk and all the apples would be reserved for the pigs. ഓക്കെ, ഇവിടെ പറയുന്നത് ഈ ഒരു പശുക്കൾ ചേർത്തുന്ന പാല് എവിടേക്കാണ് പോകുന്നത് എന്നതിൻ്റെ ആ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു രഹസ്യം ആനിമൽസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, പശുക്കളുടെ പാല് എങ്ങനെയോ കളവ് പോകുന്നുണ്ട് എന്നുള്ളത്. അത് നമ്മുടെ ആനിമൽസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാട്ടിൽ വീഴുന്ന ആപ്പിൾസും ഈ ഒരു പശുവിൻ്റെ പാലും കൂടെ അടിച്ചു ചേർത്ത് അവർ പിഗ് സ്മാഷ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. മറ്റ് ആനിമൽസ് ഇതിനെ എതിർത്ത സമയത്ത് സ്ക്വീലർ അതിനൊരു വിശദീകരണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പന്നികൾക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഫുഡ് അല്ലെങ്കിൽ ഈ ഒരു സ്മാഷ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പന്നികൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ജോൺസ് തിരിച്ചു വരും. അത് കേട്ട സമയത്ത് ആനിമൽസിന് ആർക്കും തന്നെ ജോൺസ് തിരിച്ചു വരണമെന്നുള്ളത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ തീരുമാനിക്കുകയാണ് എല്ലാ പാലും അതുപോലെ തന്നെ ആപ്പിൾസും പന്നികൾക്കായിട്ട് മാറ്റിവെക്കാമെന്നുള്ളത്. As summer ends and news of the rebellion spreads to other farms, the news is spread by pigeons released by Snowball and Napoleon. The tune of the Beast of England is also taught to the animals in the new farms. John spends most of his time in a pub, complaining about his troubles to 2 neighboring farmers, Pilkington and Frederick. Pilkington was an easygoing gentleman farmer who spent most of his time fishing or hunting. Frederick was a tough, shrewd man perpetually involved in lawsuits. They were frightened by the stories of the rebellion they heard. They wanted to prevent their own animals from hearing those stories. They thought the animals in the animal farm would fight among themselves and starve to death. But when they found the animals are not dying, Frederick and Pilkington talked about the terrible wickedness that flourished in the animal farm. They spread rumors saying that in the animal farm there were evils like cannibalism, torture and sharing of females. ഓക്കെ, ഇവിടെ പറയുന്നത് സമ്മർ തീരുമ്പോഴേക്കും ആ ഒരു റെബല്യനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു വിപ്ലവത്തെ പറ്റിയുള്ള ന്യൂസ് മറ്റ് ഫാംസിലും എത്തിയിട്ടുണ്ടായിരുന്നു. സ്നോബോളും നെപ്പോളിയനും കൂടെ പറത്തിവിടുന്ന പ്രാവുകളാണ് ഈ ഒരു റെബല്യൻ സന്ദേശം മറ്റു ഫാമിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുതിയ ഫാമുകളിലെ മൃഗങ്ങളെ ബീസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് എന്ന ആ ഒരു സോങ്ങിൻ്റെ ട്യൂണും പ്രാവുകൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജോൺസൺ തൻ്റെ ഭൂരിഭാഗം സമയവും ബാറിലാണ് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. തൻ്റെ നെയ്ബേഴ്സായിട്ടുള്ള പിൽക്കിങ്ങിനോടും അതുപോലെ തന്നെ ഫെഡറിക്കിനോടും ആണ് ജോൺസ് തൻ്റെ ദുഃഖങ്ങളെപ്പറ്റി പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിൽക്കിങ്ടൺ ഒരു ഈസി ഗോയിങ് ജെന്റിൽമാൻ ആണ്. അയാൾ കൂടുതൽ സമയവും ഹണ്ടിങ്ങിലും അതുപോലെ തന്നെ ഫിഷിങ്ങിലുമാണ് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫെഡറിക് ആണെങ്കിൽ വളരെ സൂത്രശാലിയായ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കോടതികൾ കയറാനേ അയാൾക്ക് നേരമുണ്ടായിരുന്നുള്ളൂ. ജോൺസന്റെ കഥ കേട്ടിട്ട് അവർ വളരെയധികം പരിഭ്രാന്തരാവുന്നുണ്ട്. ആ ഒരു റെബല്യൻ്റെ കഥ തങ്ങളുടെ ഫാമുകളിലേക്കും എത്തരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് വിചാരിച്ച് അവർ കുറച്ച് ദിവസങ്ങൾക്കകം ആനിമൽ ഫാമിലെ ആനിമൽസ് തമ്മിൽ തല്ലുമെന്നും അതുപോലെ തന്നെ അവർ പട്ടിണി കിടന്ന് അവർ ചത്തുപോകുമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആനിമൽസ് അങ്ങനെ ചാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ആനിമൽ ഫാമിൽ നടക്കുന്ന ആ ഒരു
ദുഷ്ടപ്രവണതകളെക്കുറിച്ചും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളെയും കുറിച്ചൊക്കെ അവർ ശക്തിയായിട്ട് അപലപിക്കുകയാണ് ചെയ്യുന്നത്. ഹിയർ വിക്കറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ദുഷ്ടത എന്നാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അനിമൽ ഫാമിലെ മനുഷ്യരെ തിന്നുക, അതുപോലെ തന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുക, സ്ത്രീകളെ പൊതുവായിട്ട് ഉപയോഗിക്കുക മുതലായ ഹീനകൃത്യങ്ങളാണ് നടക്കുന്നതെന്ന് അവർ വെറുതെ പറഞ്ഞു പരത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. But these rumors were not believed by the other farm animals, and there was some type of rebelliousness growing in them. The tune and words of beasts of England were known everywhere. When the human beings heard it, they secretly trembled. They thought it was a prophecy of their doom. ഓക്കെ, ഇവിടെ പറയുന്നത് പക്ഷേ ഇത്തരം റൂമേഴ്സ് മറ്റു ഫാമിലെ അനിമൽസ് ഒന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവരിൽ ആ ഒരു റെബല്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിപ്ലവ ആശയങ്ങൾ പൊട്ടിമുളയ്ക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബീഡ്സ് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ എല്ലാ വേർഡ്സും അതുപോലെ തന്നെ അവരുടെ ട്യൂണും എല്ലായിടത്തും അറിയാമായിരുന്നു. മനുഷ്യൻ അത് കേട്ട സമയത്ത് രഹസ്യമായിട്ട് വിറയ്ക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിയർ ട്രംബിൾഡ് മീനിങ് അറിയാലോ, അതായത് വിറയ്ക്കുക എന്നാണ് കേട്ടോ. ഓക്കെ, തങ്ങളുടെ ആ ഒരു നാശത്തിൻ്റെ ഒരു പ്രൊഫസി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രവചനമായാണ് അവരതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇൻ ഒക്ടോബർ, ജോൺസ് ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് മെൻ അറൈവ്ഡ് അറ്റ് അനിമൽ ഫാം ആൻഡ് അറ്റംപ്റ്റ് ടു സീസ് കൺട്രോൾ ഓഫ് ഇറ്റ്. ഓൺലി ജോൺസ് ഹാസ് എ ഗൺ, ബട്ട് ദ റെസ്റ്റ് ക്യാരി സ്റ്റിക്സ്. The animals had expected this kind of attack and they had made all preparations to meet it. As the human beings approach, Snowball launches his first attack, then he launches his second attack, but the humans are able to defend themselves. Snowball then gives a signal to retreat and all the animals fled into the yard. ഓക്കെ, ഇവിടെ പറയുന്നത് ഒക്ടോബറിൽ ജോൺസും അവൻ്റെ കുറേ ആൾക്കാരും കൂടെ അനിമൽ ഫാം തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ജോൺസിൻ്റെ കയ്യിൽ ഒരു ഗണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റുള്ളവരുടെ കയ്യിൽ സ്റ്റിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരം ആ ഒരു അറ്റാക്ക് അവിടെ ആ ഒരു അനിമൽസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെയുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവർ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. ജോൺസും കൂട്ടാളികളും വരുന്ന സമയത്ത് സ്നോബോർഡ് ആദ്യത്തെ ആ ഒരു അറ്റാക്ക് നടത്തുന്നുണ്ട്. എന്നാൽ അവർ കൂടുതൽ മുന്നേറുന്ന സമയത്ത് സ്നോബോർഡ് രണ്ടാമത്തെയും അറ്റാക്ക് അഴിച്ചുവിടുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ അതിനെ ചെറുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്നോബോർഡും തിരിച്ച് ഓടാനായിട്ട് അനിമൽസിന് ഒരു സിഗ്നൽ കൊടുക്കുകയും എല്ലാ അനിമൽസും യാർഡിലേക്ക് പിന്മാറുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The men gave a shout of triumph. They thought they had won and they rushed after the retreating animals in disorder. When the men were inside the yard, Snowball orders his animals to charge against them. He himself dashed against John's. John's fired, but the pellets missed the mark and killed the sheep. Snowball flung against John's and John's was hurled into a pile of dung. His gun flew out of his hands. Boxer killed one of the men. The others tried to run away. All the animals attacked them, wounding them in different ways. Finally, the men escaped. Molly was missing. The animals were worried. Did the men take her away? But finally, the animals found her. When the gun went off, she had hidden herself in the hay in the manger. A celebration of the victory was conducted. The dead sheep was given a solemn burial. Snowball made a speech asking all animals to make sacrifices for their animal farm. They called the battle as the Battle of Cowshed. Snowball and Boxer were awarded medals as Animal Hero First Class. The gun of John's was found. It would be kept in the farm and fired twice, once on the anniversary of the Battle of the Cowshed and the other on the anniversary of the rebellion. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയം തങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ച് ഹ്യൂമൻസ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അവർ പിന്മാറുന്ന ആ ഒരു അനിമൽസിൻ്റെ പിറകെ അതുവഴിയും ഇതുവഴിയൊക്കെ ഓടുന്നുണ്ട്. സ്നോബോളും അവർക്കെതിരെ തിരിയാനായിട്ട് അനിമൽസിനോട് കൽപ്പിക്കുകയാണ്. അവന് ജോൺസിനെതിരെ തിരിയുന്നുണ്ട്. ജോൺസ് വെടിവെക്കുന്നുണ്ട്. പക്ഷേ പലറ്റ്സ് ഉന്നം തെറ്റിയിട്ട് ഒരു ആടിൻ്റെ ദേഹത്താണ് കൊള്ളുന്നത്. ആട് ചത്തുപോകുന്നുണ്ട്. സ്നോബോൾ ജോൺസിനും പുറത്തേക്ക് ചാടി വീഴുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ജോൺസ് ഒരു ചാണക്കുഴിയിലേക്ക് വീണു പോവുകയാണ് ചെയ്യുന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഗണ്ണ് തെറിച്ചു പോകുന്നുണ്ട്. ബോക്സർ ഒരാളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള മനുഷ്യർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ എല്ലാ അനിമൽസും ഒരുമിച്ച് അവരെ കൊത്തിയും കടിച്ചും മാന്തിപ്പറിച്ചും ഒക്കെ മുറിപ്പെടുത്തിയിട്ട് അവസാനം മനുഷ്യർ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ മോളിയെ കാണാതാവുന്നുണ്ട്. അനിമൽസിന് വിഷമമാവാണ്. കാരണം മനുഷ്യർ അവളെ പിടിച്ചു കൊണ്ടുപോയതാണോ എന്നുള്ള ഒരു ഡൗട്ട് അവർക്ക് വരികയാണ്. പക്ഷെ അവസാനം അനിമൽസ് തന്നെ അവളെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി അവൾ ആ ഒരു ഗണ്ണ് പൊട്ടിയ സമയത്ത് പേടിച്ചിരണ്ട് അവളൊരു പുൽത്തൊട്ടിയിൽ ആ ഒരു വൈക്കോലിനിടയിൽ ഒളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അനിമൽസ് തങ്ങളുടെ ആ ഒരു ജയം ആഘോഷിക്കുന്നുണ്ട്. ചത്തുപോയ ആടിന് നല്ല സംസ്കാരം നൽകുകയാണ് ചെയ്യുന്നത്. സ്നോബോളും ഒരു സ്പീച്ച് നടത്തുന്നുണ്ട്. എല്ലാ അനിമൽസും അനിമൽ ഫാമിന് വേണ്ടി തങ്ങളെ തന്നെ ബലി കൊടുക്കാൻ തയ്യാറാവണമെന്ന് അവന് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ ജയിച്ച ആ ഒരു യുദ്ധത്തെ
ദ ബാറ്റിൽ ഓഫ് ദ കൗഷെഡ് എന്നാണ് പേരിട്ടിട്ടുണ്ടായിരുന്നത്. സ്നോബോളിനും ബോക്സറിനും ആനിമൽ ഹീറോ ഫസ്റ്റ് ക്ലാസ് എന്ന ഒരു അവാർഡ് മെഡലും കൊടുക്കുന്നുണ്ട്. ജോൺസിൻ്റെ ആ ഒരു ഗണ്ണ് അവർക്ക് കിട്ടിയിരുന്നു. അതൊരു കാഴ്ചവസ്തുവായിട്ട് ഫാമിൽ വെക്കും. എന്നിട്ട് കൊല്ലത്തിൽ 2 പ്രാവശ്യം അതിൽ വെടി ഉതിർക്കുകയാണ് ചെയ്യുക. അത് ഒന്ന് ബാറ്റിൽ ഓഫ് കൗഷെഡിൻ്റെ ആനിവേഴ്സറിക്കും അതുപോലെ തന്നെ മറ്റേത് ആ ഒരു റെബല്യൻ്റെ ആനിവേഴ്സറിക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. വിൻ്റർ കംസ് ആൻഡ് മോളി വർക്ക്സ് ലെസ് ആൻഡ് ലെസ്. She complains of various pains, but her appetite is still excellent. She would often go to the pool, standing there admiring her own reflection. Clover discovers that Molly is talking with one of Pilkington's men and he is stroking her nose. On questioning, she denies this that runs away. Clover examines her stall and finds out she has a pile of lump sugar and several bunches of ribbon of different colors. For 3 days, Molly disappears. Nobody knew where she went. After a few weeks, the pigeons report seeing her near the bar with Pilkington's man. She was wearing a cord and she had a ribbon round her front hair. The man was feeding her with sugar and stroking her nose. The pigeons said she was enjoying herself. Nobody spoke of Molly again. അങ്ങനെ ഇരിക്കെ വിൻ്റർ സീസൺ വന്നിട്ടുണ്ടായിരുന്നു. മോളി ജോലികൾ കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് അവിടെ ഇവിടെയൊക്കെ വേദനിക്കുന്നത് എന്നുള്ളതായിരുന്നു അവളുടെ ഒരു കാരണമായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൾക്ക് ഹിയർ ആപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് എന്നാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. പക്ഷെ അവൾക്ക് ആ ഒരു വിശപ്പിലൊന്നും തന്നെ ഒരു കുറവുമില്ലായിരുന്നു. അവൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഇടയ്ക്ക് കുളക്കരയിൽ പോയിട്ട് വെള്ളത്തിൽ തൻ്റെ നിഴലിനെ നോക്കി വളരെ ആരാധനാപൂർവ്വം നിൽക്കുന്നതായിട്ട് കാണാമായിരുന്നു. ഒരു ദിവസം ക്ലോവർ കണ്ടുപിടിക്കുന്നുണ്ട് മോളി ആ ഒരു പിൽക്കിങ്ടണിൻ്റെ ഒരു ജോലിക്കാരനുമായിട്ട് കൊഞ്ചിക്കൊഴയുന്നതും അതുപോലെ തന്നെ അയാൾ സ്നേഹത്തോടെ അവളുടെ മൂക്കിൽ തട്ടുന്നതുമൊക്കെ. അവളോട് ഇതേപ്പറ്റി ചോദിച്ച സമയത്ത് അവൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ നിരസിച്ചിട്ട് അവിടെ നിന്നെല്ലാം ഓടിപ്പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്ലോവർ അവളുടെ ഉറങ്ങുന്ന സ്ഥലം പരിശോധിച്ച സമയത്ത് പൈൽ ഓഫ് ലം ഷുഗർ അറിയാലോ, അതായത് ഒരു കൂട്ടം പഞ്ചസാര കട്ടകളും പല നിറത്തിലുള്ള കുറേ റിബൺസും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞ സമയത്ത് മോളി അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ് ചെയ്യുന്നത്. അവൾ എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ കുറേ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവൾ പിൽക്കിങ്ടണിൻ്റെ ആളുമായിട്ട് ഒരു ബാറിനടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കണ്ടെത്തുന്നുണ്ട് അവിടെയുള്ള പീജിയൻസ്. ആ സമയത്ത് അവളൊരു കോട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ തലയുടെ മുൻഭാഗത്തുള്ള മുടിയെ ചുറ്റി ഒരു റിബണും അവൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ പിൽക്കിങ്ടണിൻ്റെ മനുഷ്യൻ അവൾക്ക് പഞ്ചസാര കട്ട കൊടുക്കുകയും അതുപോലെ തന്നെ അവളുടെ ആ മൂക്കിൽ തൊട്ട് ശൃംഗരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രാവുകൾ പറയുന്നുണ്ട് അവൾ വളരെ സന്തോഷവതിയാണെന്ന്. അതിൽ പിന്നെ ആരും മോളിയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. In January, there was bitter cold. No work could be done in the fields. Pigs occupied themselves planning for the coming season. The pigs increased their influence on the farm. They would decide all questions of policy and then offer their decisions to the animals, who must ratify them by a majority vote. Snowball and Napoleon continued their fervent debates. Snowball was very good at talking. He often had the majority during the meetings. He had many plans for the improvement of the farm. He even suggested the places where different animals should drop their dung directly in the fields at a different spot each day to save the labor of cartage. Napoleon produced no scheme of his own. He always said Snowball's schemes would fail. The greatest controversy between them was over the building of a windmill on a knoll. Snowball argues in favor of the windmill, which he is certain would eventually become a labor-saving device. Napoleon argues against it, saying that building the windmill will take time and effort away from the more important task of producing food. ഒക്കെ ഇവിടെ പറയുന്നത് ജാനുവരിയിൽ ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഫീൽഡിൽ ജോലിയൊന്നും തന്നെ സാധ്യമായിരുന്നില്ല. അടുത്ത സീസണിൽ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി പ്ലാൻ ചെയ്തുകൊണ്ട് പന്നികൾ തങ്ങളുടെ ആ ഒരു സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പന്നികളുടെ ആ ഒരു സ്വാധീനം ഫാമിൽ വളരുന്നുണ്ടായിരുന്നു. നയപരമായിട്ടുള്ള ആ ഒരു ഡിസിഷൻസ് അവർ അനിമൽസിനോട് പറയും. വോട്ടെടുപ്പ് നടത്തിയിട്ട് അത് പാസ്സാക്കുകയും ചെയ്യുന്നുണ്ട്. സ്നോബോളും നെപ്പോളിയനും അവരുടെ ആ ഒരു ഹിയർ ഫെർവൻറ്റ് മീൻസ് തർക്കങ്ങളാണ് കേട്ടോ. ആ ഒരു തർക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്നോബോൾ നല്ല ഒരു ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ മീറ്റിങ്ങിൽ ഭൂരിപക്ഷം എപ്പോഴും ആളുകൾ അവൻ്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫാമിൻ്റെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റിനും അവന് ധാരാളം പ്ലാനുകളും ഉണ്ടായിരുന്നു. മാത്രമല്ല ആനിമൽസ് ഓരോ ദിവസവും എവിടെ കാഷ്ടിക്കണം എന്നതിനെ പറ്റി പോലും അവന് പ്ലാൻ ഉണ്ട്. ഓരോ ദിവസവും സ്ഥലം മാറി കാഷ്ടിച്ചാൽ അത് കൃഷിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ചാണകവും മറ്റും ഒരു സ്ഥലത്ത് നിന്ന് കൃഷിസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ആ ഒരു ചിലവും സമയനഷ്ടവും ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നെപ്പോളിയൻ തൻ്റെ സ്വന്തമായിട്ടുള്ള പ്ലാൻസ് ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. സ്നോബോളിൻ്റെ പ്ലാനുകളെല്ലാം പൊളിയുമെന്ന് നെപ്പോളിയൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഒരു കുന്നിൻ്റെ പുറത്ത് ഒരു വിൻമിൽ സ്ഥാപിക്കുന്നതിനെ പറ്റിയായിരുന്നു അവരുടെ ഇടയിലെ ഏറ്റവും വലിയ ഒരു തർക്കം എന്ന് പറയുന്നത്. സ്നോബോൾ വിൻമിൽ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം അത് ജോലിഭാരം കുറയ്ക്കും. എന്നാൽ നെപ്പോളിയൻ വിൻമില്ലിന് എതിരായിരുന്നു. അയാൾ പറയുന്നത് അത് പണിയാൻ ധാരാളം സമയവും അതുപോലെ തന്നെ ഒരുപാട് പരിശ്രമമൊക്കെ വേണം. അതുകൊണ്ട് അവർക്ക് വേണ്ടത്ര ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും എന്നുള്ളതായിരുന്നു നമ്മുടെ നെപ്പോളിയൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാരണം. They also disagree on whether they should amass an armory of guns or send out more pigeons to neighboring farms to spread news of the rebellion. Napoleon wanted the animals to procure firearms and train themselves in their use. But Snowball thought they should send out more pigeons to the neighboring farms to stir up rebellion. Napoleon said if they were not ready to defend themselves, John and his people would come back. Snowball said if the rebellion spread to other places, there would be no attacks on them and no need to defend. The animals thought both of them were right in their own way. ഓക്കെ, ഇവിടെ പറയുന്നത് അവരുടെ ഇടയിൽ ഉണ്ടായിട്ടിരുന്നുള്ള വേറൊരു തർക്കം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ആർമറിയെ കുറിച്ചായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ആയുധ ശേഖരത്തെ പറ്റിയായിരുന്നു. അമാസ് എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ശേഖരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെപ്പോളിയൻ പറയുന്നത് കൂടുതൽ ഫയർ ആംസും അതുപോലെ തന്നെ അനിമൽസിന് അത് ഉപയോഗിക്കാനുള്ള ഒരു ട്രെയിനിങ്ങും വേണമെന്നാണ്. എന്നാൽ സ്നോബോളിൻ്റെ ഒരു അഭിപ്രായത്തിൽ ആയുധശേഖരം കെട്ടിപ്പടുക്കുന്നതിന് പകരം അവർ കൂടുതൽ പിജിയൻസിനെ മറ്റു സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ ഒരു റെബല്യൻ്റെ ആ ഒരു ജ്വലിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ നെപ്പോളിയൻ പറയുന്നത് ആ ഒരു ആയുധശേഖരമില്ലെങ്കിൽ ജോൺസും അവൻ്റെ കൂട്ടാളികളൊക്കെ വരുന്ന സമയത്ത് അവരെ തടയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ സ്നോബോൾ പറയുന്നത് ആ ഒരു റെബല്യൻ എല്ലായിടത്തേക്കും സ്പ്രെഡായി കഴിഞ്ഞാൽ തന്നെ ആരും തന്നെ അവരെ അറ്റാക്ക് ചെയ്യൂല, അങ്ങനെ അവർക്കൊരു സുരക്ഷാ ഭീഷണി ഉണ്ടാവില്ല എന്നാണ്. ഓരോരുത്തരും സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഭാഗം ശരിയാണെന്ന് അനിമൽസിന് തോന്നുമായിരുന്നു. എന്നാൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓക്കെ ജിയസ്, ഇന്ന് നമ്മൾ ഇവിടെ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള പാർട്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളും കൂടെ നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും കേട്ടോ. ഓക്കെ ജിയസ്, അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ജിയസ്. ബൈ.